ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് നേരുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്കറിയാം, ധൂർത്തനായി മാറിയ ജീവിച്ച പുത്രൻ, ഇളയപുത്രൻ, അവൻ എല്ലാ രീതിയിലും തകർക്കപ്പെട്ടു. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് ദൈവം അവനൊരു ബോധ്യം കൊടുത്തു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം: നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരാളായിട്ട് എന്നെ സ്വീകരിച്ചാൽ. എത്ര വലിയൊരു ബോധ്യമാണ് കിട്ടിയത്. എവിടെ നിന്നാണ് കിട്ടിയത്? തകർച്ചയുടെ തലങ്ങളിൽ നിന്ന് കിട്ടിയത്. ചില ബോധ്യങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാം ഓക്കെ ആയിട്ട് പോകുമ്പോൾ കിട്ടില്ല. നമ്മൾ അതിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് സന്തോഷം അനുഭവിച്ചു പോകും. പക്ഷെ തകർന്നടഞ്ഞ് കഴിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ എളുപ്പം. എന്നാ പറഞ്ഞാലും സ്വീകരിക്കും, എന്നാ പറഞ്ഞാലും മനസ്സിലാവും. എന്നാലും അവൻ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കി. എൻ്റെ ജീവിതത്തിൽ പഴയകാല ഇപ്പോഴത്തെ എല്ലാം നശിച്ചു, പഴയകാല ജീവിതത്തിലെ സൗഭാഗ്യം കൂടി അവൻ വേണ്ടാന്ന് വെക്കുക. പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ പഴയകാല ജീവിതമുണ്ട്, അതായത് പുത്രൻ തന്നെ അങ്ങോട്ട് പോവുക. അവൻ മുൻപേറെ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ പുത്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കില്ല, ഞാൻ എൻ്റെ പുത്രസ്ഥാനം കളയുക, എനിക്ക് ദാസരായ എങ്ങനെയെങ്കിലുമൊക്കെ ആ സാന്നിധ്യത്തിലൊന്ന് ജീവിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തിയാൽ മതി. പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടു, പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ജീവിതത്തിൽ പല അവസ്ഥകളിലൂടെയൊക്കെ നീ കടന്നു പോകുന്നില്ലേ? തക്ക സമയങ്ങളിൽ വേണ്ടതായ പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ? കണ്ടിട്ടും കണ്ടില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുന്നുണ്ടോ? കൊണ്ടിട്ടും കൊണ്ടില്ല എന്ന മട്ടിൽ തോന്നുന്നുണ്ടോ? സമയം വൈകരുത്. ജീവിതത്തിൽ ഒരൊറ്റ സന്തോഷമുള്ളൂ, നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവത്തോടുള്ള ചേർന്ന് നിൽക്കലാണ്, ദൈവിക പദ്ധതികളോടുള്ള സഹകരിക്കലാണ്. മറ്റെന്തും താൽക്കാലിക നേട്ടങ്ങളാണ്. ചില്ലുകൊട്ടാരം പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. നിലനിൽക്കുന്നതിലേക്ക് നിന്റെ ഹൃദയം ചേർന്ന് നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾക്കൊപ്പം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിലനിൽക്കുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനായിട്ട്, ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ തിരിച്ചറിവിൻ്റെ മേഖലകളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ കൃപാവരം എപ്പോഴും ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന